നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ജാതക കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയും ശ്രീബുദ്ധനും യോജിച്ച് ചേർന്നുകൊണ്ടുള്ള ഗുണനിലവാരമുള്ള ധാർമ്മിക ബോധം ഉണർത്തുന്ന കഥകളാണ് ജാതക കഥകൾ. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ ഒരു വികൃതി കുമാരൻ. ആ വികൃതി കുമാരനും അതുപോലെ തന്നെ അദ്ദേഹം ഒരു രാജകുമാരൻ കേട്ടോ. വികൃതി കുമാരൻ എന്ന് പേരുണ്ടെങ്കിലും നന്ദിയുള്ള ഏതാനും മൃഗങ്ങളും. അപ്പോൾ വികൃതി കുമാരനും നന്ദിയുള്ള മൃഗങ്ങളും. ഈ കഥ കുറച്ച് വലിയ കഥയാണ് കേട്ടോ. അതുകൊണ്ട് 2-3 ഭാഗങ്ങളായിട്ടേ പറഞ്ഞു പറ്റുള്ളൂ. കാരണം കഥ കേൾക്കാനും നമുക്കൊരു നിശ്ചിത സമയം വരെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇതിൽ പറയുന്ന കഥകൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ മാത്രമല്ല മറ്റു കുട്ടികളെയൊക്കെ പറഞ്ഞ് കേൾപ്പിക്കണം. ഇതൊരപേക്ഷയാണ്. ധാർമ്മിക ബോധം നമ്മുടെ കുട്ടികളിൽ ഏതിലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമോ? ഒരു ചെറിയ മാർഗമാണ് കഥകൾ. അത്രയും കരുതിയാൽ മതി കേട്ടോ. ഈ കാശി എന്ന് പറയുന്ന ഞാൻ കഥയിലേക്ക് കിടക്കുകയാണ്. കാശി എന്ന് പറയുന്ന പുണ്യനഗരമായ ബനാറസ് എന്നും പറയും. അവിടെ ആ പുണ്യനഗരത്തിൽ ബുദ്ധൻ്റെ ഒരു അംശാവതാരമായ ബോധിസത്വം പല അവതാരങ്ങളും മനുഷ്യരായിട്ട് മാത്രമല്ല പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും ചില നല്ല വൃക്ഷങ്ങളായിട്ട് പോലും ബോധിസത്വൻ ജന്മമെടുക്കാറുണ്ട്, അവതാരമെടുക്കാറുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹം ഏത് രൂപത്തിലാണ് വരണേന്നറിയില്ലല്ലോ. ബനാറസിലെ രാജാവിന് ഒരു പുത്രനുണ്ടായി. കാശിയിലെ രാജാവിന് ഒരു പുത്രൻ ജനിച്ചു. രാജാവ് രാജ്യമൊക്കെ വളരെ സന്തോഷിച്ചു. രാജകുമാരൻ്റെ ആ ജന്മ ഉത്സവം വളരെ ഗംഭീരമായിട്ട് കൊണ്ടാടി. ദിവസങ്ങളങ്ങനെ പതുക്കെ രാജകുമാരൻ കൊട്ടാരത്തിൽ വളരെ സുഖസുന്ദരമായിട്ടങ്ങനെ ജീവിക്കുക. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് പ്രായമായി 6-7 വയസ്സൊക്കെ ആയി. അപ്പോൾ രാജാവിന് തോന്നി തൻ്റെ മകന് വിദ്യാഭ്യാസമൊക്കെ കിട്ടുന്നതല്ലേ. അന്ന് കാലത്ത് വിദ്യ നേടി പോകാറുള്ളത് തക്ഷശില സർവകലാശാലയിലാണ്. നളന്ദ, തക്ഷശില എന്നീ 2 സർവകലാശാലകളുണ്ടായിരുന്നു ഭാരതത്തിൽ. തക്ഷശിലയിലേക്ക് പറഞ്ഞയച്ച കുമാരനെ അപ്പം ചാണക്യൻ എന്ന് പറയുന്ന മൗര്യവംശത്തിലെ ഒരു ആ വംശഗുരുവാണ്, കുലഗുരുവാണ് ചാണക്യൻ. ആ ചാണക്യൻ്റെ രാഷ്ട്രമീമാംസ പോലെ ഇത്ര രാജ്യം ഭരിക്കുന്ന രാജാവ് പാലിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്ന മറ്റൊരു പുസ്തകമില്ല. അപ്പോൾ ഈ രാഷ്ട്രമീമാംസ എഴുതിയ ചാണക്യനെ പോലെ ഒരു രാഷ്ട്രതന്ത്രജ്ഞനാകണം തൻ്റെ മകനെന്ന് കരുതി തക്ഷശിലയിലേക്ക് പറഞ്ഞയച്ചു. അതുപോലെ ആയുധ പരിശീലനം നേടി അദ്ദേഹം നല്ലൊരു യോദ്ധാവാകണമെന്നും രാജാവ് ആഗ്രഹിച്ചു. അതുപോലെ പക്ഷിമൃഗാദികളോടും തൻ്റെ സഹജീവികളോടുമൊക്കെ വളരെ കരുണയും ഒക്കെയുള്ള നല്ല മനസ്സുള്ള ഒരു രാജാവായി തീരണം ഭാവിയിൽ തൻ്റെ മകനെന്ന് കരുതി തക്ഷശിലയിലെ വിദ്യാഭ്യാസത്തിന് അയച്ചു. സാഹിത്യത്തിലും അദ്ദേഹത്തിന് നല്ലൊരു അറിവൊക്കെ ഉണ്ടായിക്കോട്ടെ, അച്ഛനത് ആഗ്രഹിക്കും. തൻ്റെ മകൻ എല്ലാ വിധത്തിലും നല്ല കുട്ടിയായി വരണമേ എന്ന് ആഗ്രഹിച്ച രാജാവ് തൻ്റെ മകനെ തക്ഷശിലയിൽ കൊണ്ടായി. അപ്പോൾ ആയോധന കല പഠിക്കണം, സാഹിത്യങ്ങൾ പഠിക്കണം, ജ്യോതിഷം പഠിക്കണം, അങ്ങനെ പല രാഷ്ട്രമീമാംസ പഠിക്കണം. പലതും കുമാരൻ അവിടെ പഠിക്കാനുണ്ട്. ഇതിനെല്ലാം പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. നല്ലൊരു സർവകലാശാലയാണ് തക്ഷശില. പണ്ട് കാലത്ത് ഭാരതത്തിലെ വിദേശികൾ പോലും വന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അവിടെ താമസിച്ച് പഠിക്കണം. ഗുരുകുല വിദ്യാഭ്യാസമാണ് അന്ന് നിലവിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് കുട്ടിയുടെ കഴിവുകൾ ഓരോന്നും ഗുരുക്കന്മാരെ പരീക്ഷിക്കാനായിട്ട്, പഠിപ്പിക്കാനായിട്ട്, വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഈ കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും? കുട്ടിക്ക് അത്രയ്ക്ക് നല്ലൊരു ബുദ്ധിയല്ല, ഇത്തിരി വികൃതി ബുദ്ധി തന്നെയാണ്. ആ കുട്ടി അമ്പുവില്ല് ചെയ്യാൻ പഠിച്ചത് എവിടെയാണെന്നറിയാമോ? മൃഗങ്ങളോടും പക്ഷികളോടും മനുഷ്യരോടും ഒക്കെ ദയവുള്ളവനാകണം തൻ്റെ മകൻ എന്ന് കരുതിയാണ് രാജാവ് അവിടെ കൊണ്ടാക്കിയത്. ഈ കുട്ടി അവിടെ അമ്പുവില്ല് ഇത് പഠിക്കാനായിട്ട് പശുവിൻ്റെ തുടയിലേക്ക് അമ്പുവില്ല് എഴുതിയിടുക. പശുക്കൾ ജീവനോടെ ഈ അമ്പുവില്ലിൽ വില്ല് ചെന്ന് കയറുമ്പോൾ അമ്പെയ്ത്ത് ഏൽക്കുമ്പോൾ അമ്പ ചെയ്യുമ്പോൾ ഇത്
ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോൾ എന്തുമാത്രം വേദനിക്കും, അതൊന്നും ആ കുട്ടി ചിന്തിക്കുന്നില്ല. ക്രൂരതയുള്ള ഒരു മനസ്സായി ആ കുട്ടിയുടേത്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? നല്ലതാകാൻ ഒരുപാട് സാഹചര്യമുണ്ട്, പക്ഷേ എന്തോ ജനന സമയത്തിൻ്റെ തകരാറ് കൊണ്ടാകാം രാജകുമാരൻ ഒരു വികൃതി രാജകുമാരനായി. എല്ലാവരും അദ്ദേഹത്തെ വികൃതി രാജകുമാരൻ എന്ന് വിളിക്കാൻ തുടങ്ങി. കൂട്ടുകാരൊക്കെ ആയിട്ട് തമ്മിൽ തല്ലുണ്ടാക്കും, മറ്റുള്ളവരുടെ ഭക്ഷണത്തിൽ നിന്നൊക്കെ എടുത്തു കളയുകയോ അതിലേക്ക് മണ്ണ് വാരിയിടുകയോ ഒക്കെ ചെയ്ത് അവരെയൊക്കെ ഉപദ്രവിക്കും. അതുപോലെ ഗുരുവിനെ ആണെങ്കിൽ ഒരു ബഹുമാനമൊന്നും ഇല്ലാതെ കണ്ട് ആകമാനം മൊത്തം ഒരു പെശകായിട്ടാണ് രാജകുമാരൻ്റെ വളർച്ച. രാജാവ് ഈ വിവരങ്ങളൊക്കെ ആവുന്നതും ശ്രമിക്കൂ, കുട്ടിയെ നന്നാക്കി എടുക്കണമല്ലോ, രാജാവാകേണ്ടവനല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെ എല്ലാവരും ഈ കുട്ടിയെ വികൃതി കുമാരൻ എന്ന് വിളിക്കാനായിട്ട് തുടങ്ങി. ഈ കുട്ടിയുടെ വികൃതിയെപ്പറ്റിയേ മറ്റുള്ളവർക്ക് പറയാനുള്ളൂ. എപ്പോഴും ഇങ്ങനെ. ഒരു ദിവസം ഇവരെല്ലാവരും കൂടെ വലിയ പരിവാര സമേതം കുമാരൻ ജലക്രീഡയ്ക്ക് പോയി. ജലക്രീഡ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നീന്തി മുങ്ങാങ്കുഴിയിട്ട് അങ്ങനെ ജലക്രീഡ, വെള്ളത്തിൽ കളിക്കാനായിട്ട് പോയി കൂട്ടുകാരൊക്കെ പോയി. അവിടെ ചെന്നപ്പോൾ അത് നല്ല കുത്തൊഴുക്കുള്ളൊരു പുഴയാണത്. ദൂരെ നിന്നും മലകളിൽ നിന്ന് ഒഴുകി താഴ്വാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ധാരാളം വെള്ളം ഒഴുകി വരുന്നുണ്ട്. കുത്തൊഴുക്കെന്ന് പറയുന്നത് നല്ല ചുഴി. ആ ചുഴിയിലൊക്കെ പെട്ടുപോയി അങ്ങോട്ട് ആഴത്തിലേക്ക് പോകും. രക്ഷപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്, നീന്തൽ അറിയാമെങ്കിൽ പോലും. ഇത് ഈ രാജകുമാരന് ആര് പറഞ്ഞാലും കേൾക്കില്ലല്ലോ. രാജകുമാരൻ എന്ത് പറഞ്ഞു, എന്നെ ആ നല്ല ചുഴിയുള്ളടുത്ത് കൊണ്ടുപോയി കുളിപ്പിച്ച് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു കൂടെയുള്ള പരിവാരങ്ങളിൽ. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ രാജകുമാരൻ അങ്ങോട്ട് പോകണ്ട, കുമാരൻ അവിടെയൊക്കെ ഭയങ്കര ചുഴി, അപകടത്തിൽ പെടും, നമുക്ക് ജീവഹാനി പോലും സംഭവിക്കുമെന്ന് പറഞ്ഞു. രാജകുമാരനുണ്ടോ ഇതൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ പോകണു. അതൊന്നും എന്ത് ഗുണദോഷിച്ചിട്ട് ഒരു കാര്യമില്ല. ഏത് ഗുരു പറഞ്ഞാലും ഒരു കാര്യത്തിലൊരു ഗൗരവത്തിലെടുക്കലില്ല. അങ്ങനെയായിട്ട് ചുഴിയിലേക്ക് കൊണ്ടുപോകണമെന്ന് ശാഠ്യം പിടിച്ചു. അപ്പോൾ ചുഴിയിലേക്ക് പോയാൽ തങ്ങളുടെ ജീവൻ അപകടത്തിലാവും, ഉറപ്പാണ്. പരിവാരത്തിൽ കൂട്ടുകാരായിട്ട് വന്നവർക്കൊക്കെ മനസ്സിലായി. പോവാതിരുന്നാൽ എന്താ വിശേഷം? ഒരു വിശേഷമില്ല. വാളെടുക്കുക, ഈ ഓരോരുത്തരെ കഴുത്താ വെട്ടും രാജകുമാരൻ. അപ്പോഴും മരണമുണ്ട്. എന്നാൽ ശരി, എന്നാൽ നമുക്ക് ഈ സാധനത്തിനെ കൊണ്ടുപോയി ചുഴിയിൽ തള്ളാം. ആരും അങ്ങൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇടുത്ത് പൊക്കി പുഴയിൽ നീന്തി ചുഴിയുടെ അവിടേക്ക് പോകുമ്പോൾ പരിവാരത്തിലെ കൂട്ടുകാർ തമ്മിൽ അങ്ങും ഇങ്ങുമൊക്കെ നോക്കി. എല്ലാവരും മനസ്സാ തീരുമാനമെടുത്തു, ഇവനെ ചുഴിയിൽ മുക്കുന്നു, അവിടെ കൊണ്ട് തള്ളി പോകുന്നില്ല, അവനൊന്ന് പഠിക്കട്ടെ പാടും, രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടണം, അപ്പം നല്ലോണം ഒരു പാഠം പഠിച്ചിട്ടായിരിക്കും എന്ന് കരുതി. അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇവരെല്ലാവരും ഇങ്ങനെ തങ്ങി കൊണ്ടുപോയി ആ ചുഴിയുടെ അവിടെ കൊണ്ടുവന്ന് കുമാരനെ അങ്ങോട്ട് കൈവിട്ട വഴിക്ക് എന്തുണ്ടായി? നീ പോയി തൊലയണം, എവിടെയെങ്കിലും പോയി തൊലയും എന്ന് പരിവാരത്തിലുള്ള കൂട്ടുകാരായിട്ടുള്ളവരൊക്കെ പറഞ്ഞു. കാരണം അത്രയ്ക്കങ്ങോട്ട് ശല്യം സഹിക്കാൻ വയ്യാണ്ടായി. കുമാരനെ പുഴയിൽ നദിയിൽ തള്ളിയിട്ടതിന് ശേഷം പരിചാരകർ ഒരുവിധം ജീവൻ രക്ഷപ്പെടണ്ടേ, അവർ നീന്തിയും പരസ്പരം പിടിച്ചും നീന്തിയും വലിയ മരങ്ങൾ ഒഴുകി വന്നമ്മ കയറി പിടിച്ചിട്ടും ഒക്കെ ആയിട്ട് ഒരു വിധത്തിൽ കരയ്ക്ക് ജീവനും കൊണ്ടെത്തിയപ്പോൾ ഈ പരിവാരത്തിന് വരുന്ന കുട്ടികളുടെയൊക്കെ കാരണവന്മാർ രാജകുമാരൻ്റെ അച്ഛനെ പോലെ സംരക്ഷിക്കാൻ ആയി വന്നേക്കണം. അവർ ചോദിച്ചു, കുമാരൻ എവിടെ വന്നു? ഓ എൻ്റെ അമ്മാവാ, എവിടെയെന്ന് നമുക്കൊരു നിവർത്തിയില്ല, ചുഴിയുടെ അവിടെ ചെന്നെത്തി ഞങ്ങളെല്ലാവരും അങ്ങും കൂട്ടിപ്പിടിച്ചേർന്നത്. കയ്യ് വിട്ടങ്ങോട്ട് പോയി. പോയപ്പോൾ എന്താ ഓരോരുത്തരും ദൂരെ അകന്ന് പോയി. കുറേ പേര് ചുഴിയിൽ ചെന്ന് ചെപ്പെട്ടു, കുറേ പേര് ഇങ്ങോട്ട് തന്നെ തിരിച്ച് നീന്തി ഒഴുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ടു. ഓം തള്ളി കരയിലേക്ക് വന്നു. ഞങ്ങളൊക്കെ കരയിൽ പെട്ടവരാ. അപ്പം ഞങ്ങളുടെ വിചാരം ഞങ്ങളെപ്പോലെ തന്നെ കുമാരനും കരയിലേക്ക് നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതി ഞങ്ങളൊക്കെ ഇനി നീന്തി പോകുന്നു. കുമാരൻ വന്നില്ലല്ലോ, വരും, പിന്നാലെ വരും, പലരും ഇനിയും വരാല്ലേ, അതുപോലെ വരുമായിരിക്കും എന്ന് പറഞ്ഞ് കരയിൽ അവർ കാത്തിരിക്കുന്നു. എത്ര നോക്കിയിട്ടും കുമാരൻ്റെ ഒരു വിവരം. അപ്പോഴത്തേക്ക് രാജാവ് ഈ വാർത്ത കേട്ട് രാജാവ് വന്നു പുഴയുടെ തീരത്തേക്ക്. കൊട്ടാരത്തിൽ നിന്ന് രാജാവ് നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു. തൻ്റെ മകനെ കാണാനില്ലെന്നാണ് പറയണേ. കുളിക്കാൻ പോയതാ പുഴയിലെ ചുഴിയിൽ മുങ്ങിപ്പോയി. അപ്പോഴത്തേക്കും ഇവർ സമാധാനിപ്പിച്ചു, ഞങ്ങളൊക്കെ കയറി പോകുന്ന പോലെ കുമാരന് പോരുമായിരിക്കും, പലർക്കും താമസം ഉണ്ടാകുന്ന ഉള്ളിലുണ്ട്
പക്ഷേ എല്ലാ ദിക്കും നോക്കിയിട്ട് താഴെ വരെ കുറേ ദൂരം പുഴയുടെ താഴേക്കൊക്കെ നോക്കിയിട്ടും കുമാരനെ കണ്ടുകിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഒഴുക്കിൽപ്പെട്ട് ഇതേ സമയത്ത് എന്താ സംഭവിച്ചത്? ഒഴുക്കിൽപ്പെട്ട് ഒഴിച്ചു പോയിട്ടുള്ള കുമാരൻ എന്ത് ചെയ്തു? കല്ലിൽ അലക്കുന്ന തുണിയെ എന്ന് പറഞ്ഞാൽ ഈ ഒഴുക്കിൻ്റെ ശക്തി കൊണ്ട് കുമാരനെ അടിച്ച് വെള്ളം ശക്തിയിലൊരു കല്ലിലേക്ക് അങ്ങ് പറ്റിക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വലിച്ചെടുക്കും, പിന്നൊരു വശത്തേക്ക് എടുക്കും. ഇങ്ങനെ തുണി കല്ലിൽ അടിച്ച് നനയ്ക്കണ പോലെ കുമാരനെ ഒന്നും തലയ്ക്ക് വെളുപ്പിച്ച് കൊടുക്കും ഈ ചുഴിയിൽപ്പെട്ട കുമാരനെ. അങ്ങനെ അവിടെ നിന്നിക്കട്ടെ. ഇപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തവണ ഒരു പിടുത്തം കിട്ടി ഒരു മരത്തിൻ്റെ ശാഖയിൽ. ആ ശാഖയിൽ നിന്ന് മുറുക്കി പിടിച്ചുകൊണ്ട് ശാഖയോടൊപ്പം അങ്ങനെ കീഴ്പോട്ടേക്ക് ഒഴുക്കിൽ പെട്ടെന്ന് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു സമാധാനമായി. കാറ്റും മഴയൊക്കെ നിന്നു. വെള്ളം ഇങ്ങനെ പതുക്കെ ഒഴുകാൻ തുടങ്ങി. കുമാരനാണെങ്കിൽ രാജകുമാരൻ ഈ മരക്കൊമ്പിൽ പിടിച്ച് കിടക്കുക. ക്രമേണ എന്ത് ചെയ്തു? മരക്കൊമ്പിൻ്റെ കുറച്ച് മുകൾ ഭാഗത്തേക്കായിട്ടൊരു കവരയിലേക്ക് കയറിയിരുന്ന് തീരെ നനയാതെ കണ്ടിരിക്കാനായിട്ട് കുമാരനെ പറ്റി. അങ്ങനെ ആ മരത്തിന് കുറുകെ കെട്ടിയിട്ട് തന്നെത്താനേ ഉള്ളൂ ഏകാന്തത, ഇരുട്ട്, വിശപ്പ് എല്ലാം ഉണ്ട്. കുമാരനാകെ ക്ഷീണമായി. ആ സമയത്ത് പേടി തോന്നി, തൻ്റെ ജീവൻ അപകടത്തിലാവോ, തനിക്ക് ആര് തന്നെ സഹായിക്കും? ഇത്തരത്തിലുള്ളൊരു വേവലാതിയെ തോന്നി. തൻ്റെ കൂടെ വന്നിറങ്ങി വെള്ളത്തിലേക്ക് വന്ന പരിചാരകർക്കൊക്കെ എന്താ സംഭവിച്ചാവോ, ആരെങ്കിലും രക്ഷപ്പെട്ടോ എന്നിങ്ങനെയൊക്കെ കുമാരൻ ചിന്തിക്കാനായിട്ട് തുടങ്ങി. കുമാരനെ അങ്ങോട്ട് വല്ലാതെ കണ്ട് പേടി തോന്നി, വിശന്നിട്ട് പോയി. ആരും തന്നെ കണ്ട് രക്ഷപ്പെടുത്താനൊട്ട് എത്തിയിട്ടുമില്ല. ഉടൻ തന്നെ എന്ത് ചെയ്തു? കുമാരൻ ഉറക്കെ കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. വാവിട്ട് നിലവിളിച്ചു. ആരെങ്കിലും ഓടി വരണേ, എന്നെ രക്ഷിക്കണേ, ഉണ്ടായിട്ട് എത്ര കിലോ സ്വർണം കയ്യിലുണ്ട്, പക്ഷെ എന്താ കാര്യം? ആഭരണങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കയ്യിലും കഴുത്തിലും കാതിലുമൊക്കെ. അതൊന്നും എടുക്കാൻ പോലുമായിട്ടൊരു കള്ളന്മാർ പോലുമായിട്ട് രാജകുമാരനെ വെള്ളത്തിലേക്ക് തീരെ അന്വേഷിച്ച് വരണില്ല. ആരും അന്വേഷിച്ച് വരുന്നില്ലല്ലോ എന്നോർത്ത് വേവലാതിപ്പെട്ട് കുമാരനങ്ങ് പേടിച്ച് ജീവന് വേണ്ടി വാവിട്ട് നിലവിളിച്ചു. ഇത്രയും ഭാഗമാണ് കേട്ടോ ഞാൻ ഈ കഥയുടെ ഇന്ന് പറയുന്നത്. ഇത്രയും ഭാഗം അങ്ങനെ കുമാരൻ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വെമ്പലോടെ ഒരു മരത്തടി പിടിച്ചങ്ങനെ കിടക്കുക പുഴയിൽ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.